രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോ ഇവിടെ ഭുവനേശ്വരി ബീജാക്ഷരം കൊണ്ട് ആരംഭിച്ചിട്ട് പറയുകയാണ് ഹൃഷ്ടഷഡ്കന്ധരം അഘമരണാരണ്യ സമ്പർത്തവന്യം എന്നാണ് പറയുന്നത്. സമ്പർത്തവന്നി എന്ന് പറഞ്ഞാല് പ്രളയാഗ്നി എന്നാണ് അർത്ഥം. ഇനി ഹൃഷ്ടഷഡ്കന്ധരം, ഭഗവാന്റെ 6 കഴുത്തുകൾ. ഷഡ്കന്ധരം എന്ന് പറഞ്ഞാല് 6 കഴുത്തുകൾ, 6 മുഖങ്ങൾ എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ 6 കഴുത്തുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഹൃഷ്ടമാണ്, സന്തോഷം നിറഞ്ഞതാണ്. അപ്പൊ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ ആ 6 മുഖങ്ങളും, കഴുത്തെന്ന് പറയുമ്പോൾ ഇവിടെ മുഖത്തെ നമ്മൾ സ്മരിച്ചാൽ മതിയാകും. ഭഗവാന്റെ ആ 6 മുഖങ്ങളും എന്താ ചെയ്യുക? അഘമരണാരണ്യ സമ്പർത്തവന്യം, പാപങ്ങളും മരണവുമാകുന്ന കാടുകളെ. അരണ്യം എന്ന് പറഞ്ഞ എന്താണ്? കാട് അല്ലെ? അതൊരു കൊടുങ്കാട്ടിൽ അകപ്പെടുന്ന അവസ്ഥയാണല്ലേ മരണം സംഭവിക്കുക. അതല്ലെങ്കിൽ പാപത്തിലേക്ക് ചെന്ന് ചാടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കൊടുങ്കാട്ടിൽ ചെന്ന് പെട്ട അവസ്ഥയല്ലേ. അപ്പൊ അതുകൊണ്ട് ആ കാട്ടിലെ സമ്പർത്ത വന്യായി ഭഗവാന്റെ ഈ 6 കഴുത്തുകൾ വിരാജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കാട്ടില് ഒരു കാട്ടുതീ പോലെ പടർന്ന് ആ രോഗത്തെയും നമ്മുടെ മരണത്തെയും മരണഭയത്തെയും ഒക്കെ ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്നു. അഖം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. അപ്പം പാപത്തെയും മരണത്തെയും ഇല്ലായ്മ ചെയ്യാൻ വരെ കഴിവുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള സിദ്ധിയുള്ള ഒരു മന്ത്രമാണ് ബാഹുലേ അഷ്ടകം. മരണത്തെ വരെ ജയിക്കാൻ ബാഹുലേ അഷ്ടകം അത്യന്തം ദൃഢഭക്തിപൂർവം പാരായണം ചെയ്താൽ, ചിത്തശുദ്ധി വരുത്തി പാരായണം ചെയ്താല് സാധിക്കുമെന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. അപ്പൊ ഇവിടെ ഭുവനേശ്വരി കടന്നു വന്നു അല്ലെ? ഇവിടെ എല്ലാം കടന്നു വരുന്നത്, അതായത് രണ്ടാമത്തെ ശ്ലോകത്തിൽ കടന്നു വന്നിട്ടുള്ള 4 ബീജാക്ഷരങ്ങളും ദേവിയുടെ വിഭിന്ന ഭാവങ്ങളിൽ ഉപയോഗിക്കുന്ന അതാത് ദേവതയുടെ മുഴുവൻ ശക്തിയും അടങ്ങിയിട്ടുള്ള ബീജാക്ഷരങ്ങളാണ്. ആദ്യം വന്നിരിക്കുന്നത് ഹ്രീം അല്ലെ? ഇനി അടുത്തത് എന്താ വരുന്നത്? ഐം 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 ഐങ്കുതി സദ്ഫല മൃദുമിളിത പ്രാശി യോഗീന്ദ്രവന്ദ്യം. ഐം എന്നത് സരസ്വതി ദേവിയുടെ ബീജാക്ഷരമാണ്. അപ്പൊ ആദ്യമായിരുന്നു ദുർഗ കടന്നു വന്നു, പിന്നെ സരസ്വതി ദേവി കടന്നു വന്നു. ഇനി ഐങ്കുതി സദ്ഫല മൃദുമിളിത പ്രാശി യോഗീന്ദ്രവന്ദ്യം. യോഗീന്ദ്രന്മാർ അഥവാ താപസന്മാർ എന്നാണ് അർത്ഥം. ആ താപസന്മാരാൽ നമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, വന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. ആ താപസന്മാര് തപസ് ചെയ്യുന്നത് എവിടെയാണ്? ഐങ്കുതി വൃക്ഷത്തിന് ചുവട്ടിലാണ്. ഐങ്കുതി വൃക്ഷം എന്ന് പറഞ്ഞാല് ഓടപ്പഴം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പാട്ട് കലാഭവമണിയുടെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഓടപ്പഴം പോലൊരു പെണ്ണ് അല്ലെ? അപ്പൊ അതൊക്കെ ഇങ്ങനെ വള്ളി പോലെ മരത്തിൽ പടർന്നു കയറുന്ന ഒരു സസ്യമാണത്. അതിലെ പഴത്തിന് ഏതാണ്ട് ഒരു ഓറഞ്ച് കളർ, നമ്മുടെ ഓറഞ്ചിന്റെ ഒക്കെ നിറമാണ്. അതിന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതിന്റെ സത്തിന്, അതിന്റെ ചാറെന്ന് പറയുന്നത് വളരെ സാത്വിക ഗുണമുള്ളതാണ്. അപ്പൊ ഈ ഐങ്കുതി വൃക്ഷത്തിന് ചുവട്ടിൽ, അതൊരു താപസ വൃക്ഷം എന്നാണ് അമരകോശത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ ഐങ്കുതി വൃക്ഷത്തെ കുറിച്ച് പറയുന്നത്. ഐങ്കുതി വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് താപസന്മാര് തപസ് ചെയ്താല് നെയ്യപ്പം നിന്നാൽ 2 കാര്യം എന്ന് പറയുന്നത് പോലെ അവർക്ക് ആ വൃക്ഷത്തിൽ നിന്ന് ഈ സത്ഫലം, അതിന്റെ ചാറ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ അത് വളരെ സാത്വികമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത്. അതുകൊണ്ടാണ് ഐങ്കുതി സത്ഫല മൃദു മിളിത പ്രാശി യോഗീന്ദ്ര വന്ദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. മിളിതം എന്ന് പറഞ്ഞാൽ കലർത്തുക. ഭക്ഷണത്തിനുള്ളിലേക്ക് ഈ ഐങ്കുതി വൃക്ഷത്തിന്റെ സത്ഫലത്തിന്റെ മൃദുവായിട്ടുള്ള ചാറിനെ കലർത്തി പ്രാശിക്കുക എന്ന് പറഞ്ഞാല് ഭക്ഷിക്കുന്ന യോഗീന്ദ്രന്മാരല്ല, അത്രയും സാത്വികന്മാരായ യോഗീന്ദ്രന്മാർ. അതാണ് ഗുരു അങ്ങനെ എടുത്തു പറയാൻ കാരണം. അത്രയും സാത്വികന്മാരായ, ആഹാര കാര്യത്തിൽ വരെയും ആ സാത്വിക ഭാവത്തെ കലർത്തുന്ന സാത്വികന്മാരായിട്ടുള്ള യോഗീന്ദ്രന്മാരാൽ വന്ധ്യനായിട്ടുള്ളവനും, പിന്നെ ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമത വദഹന ക്ലേശ നിർമൂലനാശം. ക്ലീം എന്നുള്ളത് ഭദ്രകാളിയുടെ ബീജാക്ഷരാണ്. അപ്പൊ ആരൊക്കെ കടന്നു വന്നു? ആദ്യം ദുർഗ, പിന്നെ സരസ്വതി, പിന്നെ ഇപ്പൊ ആരാ വന്നിരിക്കുന്നത്? ഭദ്രകാളി കടന്നു വന്നിരിക്കുകയാണ്. ക്ലിഷ്ടകായ ക്ലമ, അതായത് ഈ താപസന്മാരുടെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ശരീരമൊക്കെ വളരെ ക്ഷീണിച്ചു പോകും. അപ്പം
ക്ലിഷ്ടകായ ക്ലമം എന്ന് പറഞ്ഞാൽ തളർച്ചയെന്നാണ് അർത്ഥം. അപ്പൊ അവർക്ക് ഭക്ഷണമൊക്കെ നേരാവണ്ണം കഴിക്കാത്തത് കൊണ്ട് ശരീരത്തിന് തളർച്ച അനുഭവപ്പെടും. അല്ലെ, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരൊക്കെ പെട്ടെന്ന് ടയേർഡ് ആകും. ഞാനൊക്കെ 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ടയേർഡ് ആകും. കുറച്ച് സമയം കഴിയുമ്പോൾ എന്റെ നാക്കൊക്കെ കുഴയാൻ തുടങ്ങും. അങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്ലിഷ്ടകായന്മാരാൽ, തളർച്ചയാല് ബുദ്ധിമുട്ടുന്ന ക്ലിഷ്ടകായന്മാരുടെ ദവത്തെ, ആ ക്ലിഷ്ടമാകുന്ന ദവത്തെ, ദവം എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് അർത്ഥം, ആ കാടിനെ ദഹന ക്ലേശ നിർമൂലനാശം, അവരുടെ ആ ക്ലേശത്തെ നിർമൂലമായിട്ട് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് അവർക്ക് മംഗളത്തെ അരുളുന്നവനും സൗം 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 സൗരകാന്തി ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. സൗം എന്നത് പരാശക്തിയുടെ, പാർവതി ദേവിയുടെ ബീജാക്ഷരമാണ്. അപ്പൊ ദേവിയുടെ എല്ലാ ഭാവങ്ങളും അവിടെ കടന്നു വന്നത് കണ്ടില്ലേ? ആരൊക്കെയുണ്ട്? ദുർഗ കടന്നു വന്നു, സരസ്വതി കടന്നു വന്നു, കാളി കടന്നു വന്നു, പരാശക്തി കടന്നു വന്നു. അപ്പൊ ഇതൊരു സർവ്വദേവതാ സ്തുതിയല്ലേ? സുബ്രഹ്മണ്യ സ്തോത്രം എന്ന് മാത്രം ഇതിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊരു സർവ്വദേവതാ സ്തുതിയാണ്. സൗം 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 സൗരകാന്തി ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. സൗരകാന്തി, സൗരം സൂര്യനെ സംബന്ധിക്കുന്നത്. സൗരകാന്തി എന്ന് പറഞ്ഞാല് വെയിലത്ത് കുറച്ച് അകലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ വെള്ളം ഉണ്ടെന്ന് തോന്നില്ലേ? ആ അവസ്ഥയെ നമ്മൾ എന്താ വിളിക്കാം? മരീചിക, അല്ലെ? അപ്പൊ മരുമരീചിക, ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് തോന്നുന്ന അവസ്ഥയെ സാഹിത്യ ഭാഷയിൽ ഗുരു പറഞ്ഞിരിക്കുകയാണ് സൗരകാന്തി ഭ്രമം. ഇല്ലാത്തതുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മായ. മായയും മായാവിയും മായാവിനോദനുമല്ലേ? അപ്പൊ യോഗിവര്യന്മാർ, അതായത് ഭഗവാനെ ഉപാസിക്കുന്ന യോഗിവര്യന്മാരുടെ ഈ മായാബന്ധത്തെ ഭ്രമഹരം, അതിനെ എന്ത് ചെയ്യും? ഭഗവാൻ ഹരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഭഗവാനെ അനിശം ഭാവയെ, അങ്ങനെയുള്ള ബാഹുലേയനെ ഞാൻ എല്ലായ്പ്പോഴും എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു.